വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ശ്രദ്ധേയമായ നിയമസഭാ മണ്ഡലമാണ് തലശ്ശേരി. ഇടതിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം. തലശ്ശേരിയിൽ ഇത്തവണ 3 മുന്നണി സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും റബ്കോ ചെയർമാനുമായ കാരായി രാജനാണ് LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ഡയറക്ടറുമായ KP സാജുവാണ്. BJP സംസ്ഥാന സമിതി അംഗം O നിതീഷാണ് NDA സ്ഥാനാർത്ഥി. കാരായി രാജന് അപരന്മാരായി 2 രാജന്മാർ മത്സരരംഗത്തുണ്ട്. VP രാജനും OP രാജനും. സാജുവിന് അപരനായി VP സജുവുമുണ്ട്. SDPI സ്ഥാനാർത്ഥി AC ജമാലുദ്ദീൻ ഉൾപ്പെടെ 7 പേർ മത്സരരംഗത്തുണ്ട്. COT നസീർ സ്വതന്ത്രനായി പത്രിക നൽകിയെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. മണ്ഡലത്തിൽ ഇത്തവണ 1,84,015 വോട്ടർമാരാണുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിലായിരുന്നു മത്സരം. NDA സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെ തുടർന്നാണ് നേരിട്ടുള്ള മത്സരമായത്. MLA ആയ AN ഷംസീർ നിയമസഭാ സ്പീക്കറായി. ഷംസീറിൻ്റെ പിൻഗാമിയായാണ് കാരായി രാജനെ CPM കളത്തിലിറക്കിയത്. വികസനം തുടരും, കാരായി നയിക്കും എന്ന മുദ്രാവാക്യവുമായാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. CPM തലശ്ശേരി ഏരിയ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തന പാരമ്പര്യവുമായാണ് രാജൻ മത്സരരംഗത്തിറങ്ങിയത്. 10 വർഷം മണ്ഡലത്തിൽ നടന്ന വികസന തുടർച്ചയ്ക്കാണ് കാരായി രാജൻ വോട്ടഭ്യർത്ഥിക്കുന്നത്. തുടർ ഭരണത്തിന് കരുത്തു പകരാൻ തലശ്ശേരിയും വേണമെന്ന് അദ്ദേഹം പറയുന്നു. കേരളം ജയിക്കും, നമ്മൾ നയിക്കും എന്ന മുദ്രാവാക്യവുമായാണ് UDF സാജുവിന് വോട്ടഭ്യർത്ഥിക്കുന്നത്. തലശ്ശേരിയിൽ ഒരു മാറ്റം വേണമെന്ന മുദ്രാവാക്യവുമായാണ് വോട്ടർമാരെ സമീപിക്കുന്നതെന്ന് KP സാജു പറഞ്ഞു. നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മാറണം, വികസനം വേണം. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ്, ഡയറക്ടർ എന്നീ നിലകളിലുള്ള പ്രവർത്തനം മത്സരത്തിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് സാജു. തലശ്ശേരിയുടെ തലവര ഇനി മാറും, തലശ്ശേരിയുടെ ശരി എന്ന മുദ്രാവാക്യവുമായാണ് O നിതീഷിൻ്റെ വോട്ടഭ്യർത്ഥന. വോട്ടർമാർ പ്രതീക്ഷിച്ച വികസനം തലശ്ശേരിയിൽ ഉണ്ടായിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി O നിതീഷ് പറഞ്ഞു. നിതീഷ് യുവമോർച്ച സംസ്ഥാന സഹപ്രഭാരി, BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രഭാരി, വൺ നാഷൻ വൺ ഇലക്ഷൻ നാഷൻ ടീം അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയാണ്. 3 പതിറ്റാണ്ടായി LDFന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് തലശ്ശേരി. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വം. 36,801 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഷംസീർ കഴിഞ്ഞ തവണ ജയിച്ചത്. ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്ന് UDF നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അതിനുള്ള സാഹചര്യം മണ്ഡലത്തിലുണ്ടെന്നാണ് അവർ പറയുന്നത്. ശക്തമായ മത്സരവുമായി NDAയും രംഗത്തുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് മണ്ഡലത്തിൽ 38,524 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. LDF 73,151, UDF 34,627, BJP 21,382 എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 81,810 വോട്ട് നേടി. UDF ആകട്ടെ 45,009 വോട്ടാണ് നേടിയത്. തലശ്ശേരി നഗരസഭയും കതിരൂർ, എരഞ്ഞോളി, ചൊക്ലി, പന്ന്യന്നൂർ, ന്യൂമാഹി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് തലശ്ശേരി നിയമസഭാ മണ്ഡലം. ഇവിടെയെല്ലാം ഭരണം LDFനാണ്. കോടിയേരി ബാലകൃഷ്ണനെ 5 തവണ നിയമസഭയിൽ എത്തിച്ച മണ്ഡലമെന്ന ഖ്യാതിയും തലശ്ശേരിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.